നമുക്ക് ഏവർക്കും ആരാധനയും അതുപോലെ ബഹുമാനവുമുള്ള സഹജീവികളോട് നാം ജീവിക്കുന്നതോടൊപ്പം തന്നെ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ജീവിക്കണം, അവർക്കും അതിനുള്ള അവകാശമുണ്ടെന്ന് നമ്മുടെ സമൂഹത്തെ എപ്പോഴും തന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള ശ്രീ മുകേഷ് ജെയിൻ അവർക്കാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൃത്യം 5 വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിദ്യാലയത്തിലെ ഇതേ ക്ലാസ് റൂമിലെ 10th ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അന്ന് മയക്കുമരുന്നിനെ കുറിച്ചോ ലഹരിയെ കുറിച്ചോ ഞങ്ങൾ ആരും കേട്ടിരുന്നില്ല. അന്ന് ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോൾ ആയിരുന്നു, സ്പോർട്സ് ആയിരുന്നു, സ്പോർട്സ് ആൻഡ് ഗെയിംസ്. അവിടെയൊക്കെ നമ്മള് തിരിച്ചറിവോടുകൂടി പെരുമാറണം. നിങ്ങൾക്കറിയാമെങ്കിൽ താമര വിരിയുന്നത് ചെളിയിൽ നിന്നാണ്, ഇല്ലേ? കണ്ടിട്ടില്ലേ? താമര വിരിയുന്നത് ചെളിക്കുണ്ടിൽ നിന്ന് ആ വെള്ളവും വളവും സ്വീകരിച്ചിട്ടാണ് താമര പുഷ്പമായി അത് സൂര്യനെ നോക്കി വിടർന്നു നിൽക്കുക. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? താമരയുടെ പുറത്ത് അതിന്റെ ഇതളുകളിൽ ചെളി പുരളാറില്ല. ചെളിയിലാണ് ജീവിക്കുന്നത്. ഈ ഉൾപ്പെടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ ആക്കില്ല. നമ്മൾ വലിയ ഒരു നല്ലൊരു സ്പോർട്സ്കാരായി മാറി, നല്ലൊരു വിദ്യാഭ്യാസ കേന്ദ്രം മാറി. സാറ് പറഞ്ഞ നല്ലൊരു ക്ലാസ് സാറ് പറഞ്ഞ 50 വർഷം മുമ്പ് ഇവിടെ എങ്ങനെ ജീവിച്ചിരുന്നു. ഉപയോഗം സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകും. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും തൊഴിലെന്നും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാകുമെന്നും എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ലഹരിയുടെ വിപത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്നും ഞാൻ പൂർണ്ണ മനസ്സോടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അറിവ് തിരിച്ചറിവ്, അറിവ് അല്ലേ? നോളജ്. അറിവ് തിരിച്ചറിവ് തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് പറയാം. അറിവ് എന്ന് പറഞ്ഞാൽ നോളേജ്, തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ വിസ്ഡം, അല്ലേ? ഇത് തമ്മിലൊരു വ്യത്യാസം ആരെങ്കിലും പറയാമോ? ആർക്കെങ്കിലും എഴുതി പറയാം? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് പറയാം. തെറ്റിക്കണോ? കുഴപ്പമില്ല. ഒരാളെ എഴുതി ഞാൻ പറയാം. അറിവ് തിരിച്ചറിവ്. അറിവിനെ കുറിച്ച് പറയാമോ? തിരിച്ചറിവിനെ കുറിച്ച് അറിവ് നമുക്ക് ക്ലാസ് മുറികളിൽ നിന്ന്, ടീച്ചർമാരിൽ നിന്ന്, അവിടെ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അറിവ്, നോളേജ്. തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടിയെയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. അതിനുള്ള കഴിവുള്ള കാര്യങ്ങളുമാണ്. അറിവഴി ശക്തമായ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ജൂൺ 26 നമ്മൾ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുമ്പോൾ ലഹരി വിരുദ്ധം ഇല്ലിസിറ്റ് ട്രാഫിക്കിങ്ങിനും കൂടെ ആയിട്ടാണ്, ഈ ലഹരി കടത്തുന്നതിനും എതിരായും കൂടെയുള്ള ഒരു ദിനമാണ് ജൂൺ 26. നാളെ അവധി ആയതുകൊണ്ടാണ് നമ്മൾ നാളത്തേക്ക് നിശ്ചയിച്ചിരുന്ന ക്ലാസ് ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചത്. അതിനായി മുൻകൈ എടുത്തത് കാരുണ്യ സംഘവേദി പ്രവർത്തകരാണ്. അതിന്